सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यपुष्टां तदविकरुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः। कालपावकसन्निभां कलिदाद्रचन्द्रशिरोरुहां भालनेत्रविदूक्षणां भयदानसिंहनिशेषणां चक्रशङ्खकृपाणकेटकचापबाणकरोडिकां शूलवाहिबुधां भजेत्तागिलासुरसैनिकाय नमः। ലളിതാ പരമേശ്വരിയുടെ നാമവിചാര യജ്ഞമാണ് നമ്മൾ നടത്തി വരണത്. നാമം എന്ന വാക്കിന് തന്നെ പ്രകൃതി എന്ന് തന്നെ അർത്ഥം. ഏതൊന്നിനെയൊക്കെയാണോ നമ്മൾ നാമം രൂപം ഇട്ട് കൽപ്പന ചെയ്യണത് അതിനെയൊക്കെ പ്രകൃതി എന്ന് തന്നെ പറയണം. അങ്ങനെയുള്ള പ്രകൃതി സ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ രൂപവർണ്ണന ആണ് നമ്മളിപ്പോൾ കണ്ടുവരണത്. ഇപ്പോൾ 39 നാമം നമ്മൾ തത്വവിചാരത്തോടുകൂടി അനുസന്ധാനം ചെയ്തു. ഈ നാമം നമ്മുടെ ഉള്ളിൽ വാസ്തവത്തിൽ അധ്യാത്മദീപത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ഈ സഹസ്രനാമത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നാമത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൽ പരമാർത്ഥമായ ഒരു തത്വം ഒളിഞ്ഞിരുന്ന് നമുക്ക് പരമമായ ശാന്തിയെ തരും. അതുകൊണ്ട് ആ പരമമായ ശാന്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ യജ്ഞവിചാരം ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 40ാമത്തെ നാമം മുടി മുതൽ പാദം വരെയുള്ള വർണ്ണനയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്ത കാൽമുട്ടുകളുടെ വർണ്ണനയാണ്. മാണിക്യ മുകുടാകാര ജാനുദ്വയ വിരാജിത. 40ാമത്തെ നാമം മാണിക്യ മുകുട ആകാര ജാനുദ്വയ വിരാജിത. മാണിക്യ എന്ന വാക്കിന് മാണിക്യം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ളത് എന്നർത്ഥം നമ്മൾ എടുക്കണം. മാണിക്യം എന്ന് പറഞ്ഞാൽ നല്ല റെഡിഷ് കളറായിട്ടുള്ള ഒരു രത്നം. മുകുട ആകാര മാണിക്യം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതായ മുകുടം എന്ന് പറഞ്ഞാൽ കിരീടം. ആകാര ആ കിരീടത്തിന്റെ രൂപം ഉള്ള ജാനുദ്വയ. ജാനു എന്ന വാക്കിന് കാൽമുട്ടുകൾ എന്നർത്ഥം. 2 കാൽമുട്ടുകൾ. ജാനുദ്വയ 2. ദ്വയ എന്ന വാക്കിന് 2 എന്നർത്ഥം. ജാനുദ്വയ വിരാജിത നല്ല മാണിക്യം കൊണ്ടുണ്ടാക്കിയ കിരീടം പോലെ മുകുടം പോലെ ഇരിക്കുന്ന 2 കാൽമുട്ടുകളോടുകൂടിയുള്ളവൾ എന്ന് പറഞ്ഞാണ് ദേവിയുടെ ആ കാൽമുട്ടുകൾ തിളക്കമാറുന്നത് എന്നൊരർത്ഥം. പിന്നെ ഒന്ന് ആ കാൽമുട്ടുകളുടെ ശോഭ വളരെയധികം നമ്മുടെ ഭക്തന്മാരെ ആകർഷിക്കുന്നതും. നേരത്തെ പറഞ്ഞു തുടകളെയൊക്കെ കണ്ടിരിക്കുന്നത് ആരാന്ന് വെച്ചാൽ പരമേശ്വരൻ തന്നെയാണ്. അപ്പോൾ കാൽമുട്ടുകളുടെയൊക്കെ ശോഭ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് പരമേശ്വരനാവാതെ വഴിയേയില്ല. അപ്പോൾ അങ്ങനെ ആ പരമേശ്വരജ്ഞാതമായിട്ടുള്ള പരമേശ്വരിയുടെ കാൽമുട്ടുകൾ മാണിക്യം കൊണ്ടുണ്ടാക്കിയ മുകുടം പോലെ ഇരിക്കണു എന്ന് ഇവിടെ 40ാമത്തെ ശ്ലോകം കൊണ്ട് വിചാരം ചെയ്യണു. 40ാമത്തെ മന്ത്രം കൊണ്ട്. ഇനി 41 ഇന്ദ്രഗോപ പരീക്ഷിപ്ത സ്മരതൂണാഭ ജംഘിക. ഇതിനെ എങ്ങനെ പിരിക്കാം നമുക്ക് നോക്കാം. ഇന്ദ്രഗോപ പരീക്ഷിപ്ത സ്മരതൂണാഭ ജംഘിക ഇങ്ങനെ നമുക്ക് പിരിക്കണം. അതിൽ ഇന്ദ്രഗോപ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്ന ഒരു കൃമി, ഒരു റെഡിഷ് കളറിലുള്ള ഒരു ജീവി. എല്ലാത്തിലും ദേവിയുടെ രൂപം മുഴുവൻ നമ്മൾ നോക്കിയാൽ എല്ലാത്തിലും ഈ റെഡിഷ് കളർ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്.
അധ്യാരോപം ചെയ്തിട്ടുണ്ട്. കാരണം ആ റെഡ് ഈസ് എ സിംബോളിക് ഓഫ് കാർമികത്വം. ആ കാർമികത്വത്തിന്റെ ഒരു സിംബോളിക് ഒരു സിംബലാണ് ഈ റെഡിഷ് കളർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രഗോപം എന്ന് പറഞ്ഞ് ഈ മഴക്കാലത്ത് കാണപ്പെടുന്നതായിട്ടുള്ള ഒരു ജീവിയുണ്ട്. ആ ജീവിയുടെ റെഡിഷ് കളറിനെ പരീക്ഷിപ്ത എന്ന് വെച്ചാൽ സ്കാറ്റേർഡ് എന്നർത്ഥം. അതിനെ തള്ളിക്കളയണത്, അല്ലെങ്കിൽ അതിനെ ജയിച്ചതായിട്ടുള്ള സ്മര തൂണാഭ. സ്മര എന്ന വാക്കിന് ഇവിടെ കാമദേവൻ എന്നർത്ഥം. തൂണാഭ എന്ന് പറഞ്ഞാൽ കാമദേവന്റെ ആവനാഴി. അപ്പൊ ഒരു ആവനാഴിയൊക്കെ ഇരിക്കണ കണ്ടാൽ എങ്ങനെ നമുക്കറിയാം, ഒരു ഗ്ലാസ് ഇങ്ങനെ വെച്ചതുപോലെ ഇരിക്കും. അങ്ങനെ 2 ആവനാഴികൾ വച്ച് ഇരിക്കുന്നത് പോലുള്ള ജംഘിക, മുഴങ്കാലുകൾ. അപ്പോൾ കാമദേവന്റെ സ്മരതൂണാഭ എന്ന് പറഞ്ഞാൽ ഈ ആവനാഴിയെ എല്ലാവരും ആകർഷിക്കണത്തക്കതായിട്ടുള്ള ഒരു കാമദേവന്റെ ആവനാഴി പോലെ ഇരിക്കുന്ന ദേവിയുടെ ആ മുഴങ്കാലുകളുടെ വർണ്ണനയാണ് ഇവിടെ പറയണത്. അത് ഇന്ദ്രഗോപം എന്ന് പറയണ ഒരു റെഡിഷ് കളറിലുള്ള ഒരു ജീവിയെ അതിനേക്കാൾ ഉപരി വർണ്ണവത്തായ നല്ല സൗന്ദര്യവത്തായിട്ടുള്ള, അതും എല്ലാ സജ്ജനങ്ങളെയും ആകർഷിക്കുന്നതായിട്ടുള്ള സ്മര എന്ന വാക്കിന് സ്മരണ എന്ന് കൂടെ അർത്ഥം നമ്മൾ എടുത്താൽ ആ ദേവിയെ, ആ കാൽപാദങ്ങളെ സ്മരിക്കുക എന്നൊരർത്ഥം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് കൂടെ നമുക്ക് നോക്കാം. അത്രയേ ഉള്ളൂ. പൊതുവിൽ ഒരു സർഫസിലെ അർത്ഥം എന്താന്ന് വെച്ചാൽ അത് കാമദേവന്റെ ആവനാഴി എങ്ങനെ ഇരിക്കണോ അതുപോലെ ഇരിക്കണതായിട്ടുള്ള ദേവിയുടെ ആ 2 മുഴങ്കാലുകളുടെ വർണ്ണനയാണ് ഇവിടെ നടത്തിയത്. അടുത്ത 42ാമത്തെ മന്ത്രം ഗൂഢഗുൽഭ എന്നാണ്. 42ാമത്തെ മന്ത്രം ഗൂഢഹ എന്ന വാക്കിന് ഹിഡൻ എന്നർത്ഥം. ഒളിഞ്ഞിരിക്കണത്, മറഞ്ഞിരിക്കണത്, വ്യക്തമല്ലാത്തത് എന്നൊക്കെ അർത്ഥം. ഗുൽഭ എന്ന വാക്കിന് കണങ്കാൽ, ആംഗിൾ എന്നർത്ഥം. ഒരു കണങ്കാൽ. പൊതുവിൽ നമ്മൾ നോക്കിയാൽ ഈ കണങ്കാലിന്റെ എല്ലിങ്ങനെ തള്ളിയിരിക്കും. ഈ ആംഗിളുടെ എല്ല് ഇങ്ങനെ തള്ളിയിരിക്കുന്നത് എല്ലാവർക്കും കാണാം. പക്ഷേ സൗന്ദര്യശാസ്ത്രം പറയണത് സ്ത്രീകൾക്ക് ആ ആംഗിളുടെ എല്ല് തള്ളിയിരിക്കാതെ മുഴുവൻ ആ ചത കൊണ്ട്, മാംസം കൊണ്ട് ആ ആംഗിളുടെ എല്ല് കാണാതിരിക്കുന്നതുണ്ടല്ലോ, ആ കാണാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ സൗന്ദര്യ ലക്ഷണം. അതിന് വേറൊരു ലക്ഷണം പറയണത് എന്താന്ന് വെച്ചാൽ അവൈധവ്യ ലക്ഷണം എന്ന് വെച്ചാൽ വിധവയല്ലാത്തത്. വൈധവ്യ എന്ന് പറഞ്ഞാൽ വിധവയായിട്ടുള്ളത്. ഇനി അവൈധവ്യ, വിധവയെ ആകാത്തതായിട്ടുള്ള എന്ന് വെച്ചാൽ ദീർഘ സുമംഗലി ആയിരിക്കുന്ന ഒരു ലക്ഷണമാണ് ആ ഗൂഢഗുൽഭ എന്ന നാമത്തിനർത്ഥം. അങ്ങനെ ലക്ഷണവത്തായിട്ടുള്ള ഒരു ഘടന, ആ കാൽപാദത്തിന്റെ ആംഗിൾ, ആ ഒരു കണങ്കാൽ, അതിൻ്റെ ഒരു ഘടന വച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീർഘസുമംഗലി എന്ന വാക്കിന് ഇവിടെ പരമേശ്വരിക്ക് എങ്ങനെ അർത്ഥം എടുക്കാമെന്ന് പറഞ്ഞാൽ പരമേശ്വരനിൽ നിന്നും വിട്ടുപോകാത്ത, പരമേശ്വരനുമായിട്ട് ഐക്യപ്പെട്ട് നിൽക്കുന്നു എന്നൊരു അർത്ഥം നമുക്കിവിടെ വ്യക്തമായിട്ട് എടുക്കാം. ഇതാണ് കാമേശ്വരനിൽ നിന്നും പിരിയാത്തതായിട്ടുള്ളൊരു തത്വം. ശിവൻ ശക്തിയായിട്ട് പിരിയാതിരിക്കുന്നു എന്നൊരർത്ഥം. എന്താണ് ഗൂഢഗുൽഭ എന്നൊരർത്ഥം. ഇനി ഗൂഢം എന്ന വാക്കിന് കാണപ്പെടാത്തത് എന്നർത്ഥം. അത് കാണാൻ പറ്റാത്തതായിട്ടുള്ളത് എന്നർത്ഥം. ദേവിയുടെ പാദമൊന്നും നമുക്ക് കാണാനേ പറ്റില്ല എന്നാണ്. സ്മരണീയം, ദേവിയുടെ പാദത്തെ സ്മരിച്ചുകൊള്ളുക. പക്ഷേ ആ ദേവിയെ വിശ്വം മുഴുവൻ തെരഞ്ഞാലും അതെന്താണെന്ന് പൂർണ്ണമാക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം ഈ സംസാരത്തിനെ അല്ലെങ്കിൽ ഈ പ്രകൃതിയെ നമുക്ക് പൂർണ്ണമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അറിവ് എന്ന് പറയണത് അനന്താവൈ വേദാഹ. വേദാഹ എന്ന് പറഞ്ഞാൽ അറിവ്, അനന്തമായിരിക്കുന്ന അറിവാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതിയെ ഓരോ ക്രീച്ചേഴ്സിനെയും വേർതിരിച്ച് നമുക്ക് അറിയാനുള്ള ആയുസ് നമുക്കില്ല. നമുക്കതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിന് മഹാമായ എന്ന് പേര്. നിസ്സീമ മഹിമ, ദുരധിഗമ നിസ്സീമ മഹിമ എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ആർക്കും ഭേദിക്കാൻ പറ്റാത്തതായിട്ടുള്ളതും ആർക്കും അറിയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ബൗണ്ടറി ഇല്ലാത്ത മഹിമ. അപ്പോൾ ആ മഹിമ അതിനെയാണ് ഇവിടെ ഗൂഢശബ്ദം കൊണ്ട് പറയണത്. പക്ഷേ
ഇതെല്ലാത്തിനെയും അറിയണമെങ്കിൽ എന്തു വേണം? ആ തൻ്റെ ഉള്ളിലെ തൻ്റെ സ്വരൂപമായിട്ടുള്ള പരമേശ്വരനെ അറിഞ്ഞാൽ. അതുകൊണ്ടാണ് കാമേശജ്ഞാത, അത് അണ്ടർലൈൻ ചെയ്ത് തന്നെ നമ്മൾ വയ്ക്കണം. നമ്മൾ ഏതോ ദേവിയെ കണ്ടു എന്നൊക്കെ പറയണുണ്ടല്ലോ, പരമേശ്വര തത്വമില്ലാതെ നമുക്ക് ദേവീ ദർശനത്തിന് സാധ്യമേ അല്ല. അതാണ് ഈ മന്ത്രത്തിന്റെ ഒരർത്ഥം, ഗൂഢ ഗുൽഭ. അതിന്റെ വാച്യാർത്ഥം എന്ന് പറയുന്നത് കാണപ്പെടാത്തതായിട്ടുള്ള, വ്യക്തമല്ലാത്തതായിട്ടുള്ള കണങ്കാലുകൾ ഉള്ള അവൾ എന്നർത്ഥം. അതിൽ ശോഭിതയായിട്ടുള്ളവൾ എന്നർത്ഥം. ഇനി 43-ാമത്തെ മന്ത്രം കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രപദാൻവിത. ഇവിടെ എങ്ങനെ പിരിക്കണം എന്ന് പറഞ്ഞാൽ കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രപദാൻവിത, ഇങ്ങനെ തന്നെ നമ്മൾ പിരിക്കണം. അതിൽ കൂർമ്മപൃഷ്ഠ എന്ന വാക്കിന്, കൂർമ്മം എന്ന വാക്കിന് ആമ എന്നർത്ഥം, ടോട്ടോയിസ് എന്നർത്ഥം. ആമയുടെ പൃഷ്ഠ, പൃഷ്ഠഭാഗം, പിൻഭാഗം, പുറകുഭാഗം, മുതുക് ഭാഗം, ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. ആമയുടെ മുതുകു പോലെ കൂർമ്മപൃഷ്ഠ ജയിഷ്ണു എന്ന് വെച്ചാൽ ആമയുടെ മുതുകിനെ ജയിക്കുന്ന വണ്ണം, എന്ന് വെച്ചാൽ ആമയുടെ മുതുക് എങ്ങനെയാണോ അതിനേക്കാളും ഭംഗിയൊത്തായിട്ട്, അതിനേക്കാളും ഉയർന്ന്, കൂർമ്മം നല്ല കൂർത്തിരിക്കണതുണ്ടല്ലോ, അതിനേക്കാളും കൂർത്തതായിട്ടുള്ള ഒരു പൊക്കമുള്ളതായിട്ടുള്ള പ്രപദഹ, പ്രപതഹ എന്ന് പറഞ്ഞാൽ പാദത്തിന്റെ മുകളിലുള്ളത്, മുകൾ ഭാഗം. ഇപ്പൊ നമ്മളെ കാൽപാദത്തിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു കൂർമ്മ ആകൃതിയിൽ തന്നെ ഇരിക്കുന്നതായിട്ടുള്ള, അതും കൂർമ്മത്തിനെ ജയിക്കാൻ വന്നതായിട്ടുള്ള അഴകോടുകൂടിയുള്ള പ്രപദഹ, പുറം കാല്, കാലിൻ്റെ ഉയർന്ന ആ പുറം കാല്, മുകൾ ഭാഗം, അൻവിത അതോടുകൂടിയവൾ എന്നർത്ഥം. ദേവിയുടെ ആ പാദവർണ്ണനയാണ് ഇവിടെ പറയുന്നത്. അതൊരു നല്ല ലക്ഷണമാണ്. അപ്പോൾ ലക്ഷണവത്തായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഈ ദേവീ സംബന്ധമായിട്ടുള്ളതിലെല്ലാം വരുന്നു. അപ്പൊ ദേവിയുടെ പാദത്തിന്റെ പ്രപദം എങ്ങനെ ഇരിക്കണു, ദേവിയുടെ ആംഗിൾ എങ്ങനെ ഇരിക്കണു, മുട്ട എങ്ങനെ ഇരിക്കണു, കണങ്കാൽ എങ്ങനെ ഇരിക്കണു, മുഴങ്കാൽ എങ്ങനെ ഇരിക്കണു, ഇതിനൊക്കെ ഒരു വർണ്ണന എവിടെയൊക്കെ വെച്ചിട്ടാ? ഏതോ പ്രകൃതിയിൽ വെച്ചിട്ട്. നമ്മൾ ആദ്യം പറഞ്ഞു ഇത് പ്രകൃതിയാണ്. അപ്പൊ നാമം കൊടുക്കുമ്പോൾ പ്രകൃതി ഇല്ലാതെ പറ്റില്ല. പക്ഷെ ദേവി എന്നുള്ളൊരു തത്വം എന്നുണ്ടല്ലോ, അത് പരമേശ്വരൻ തന്നെയാണ്. ഈ പരമേശ്വരന് നമ്മൾ കൊടുക്കുന്ന നാമം ഉണ്ടല്ലോ, അത് പ്രകൃതിയാണ്. അപ്പോഴാണ് പരമേശ്വരന് എപ്പോ ഒരു നാമത്തെ നമ്മൾ കൊടുക്കണോ, ആ നാമം പരമേശ്വരി തന്നെയാണ്. അങ്ങനെ ആ ലക്ഷണശാസ്ത്രത്തോടു കൂടി ദേവിയുടെ ആ വർണ്ണന, ആ പാദവർണ്ണന, ആ പാദത്തിന്റെ പുറം ഭാഗത്തെ വർണ്ണനയാണ് നമ്മൾ കഴിഞ്ഞത്. ഇനി അടുത്ത് നഗധീതി സംഛന്ന നമജ്ജനത്തമോ ഗുണ. നഖ ധീതിതി സംഛന്ന നമജ്ജന തമോ ഗുണ, ഇങ്ങനെ നമ്മൾ പിരിച്ച് പറയണം. ഇതൊരു നാമമാണ്. 1000 നാമങ്ങളിൽ ഒരു നാമം. അതില് നഖ എന്ന വാക്കിന് പാദങ്ങളുടെ നഖങ്ങൾ എന്നർത്ഥം. ധീതിഥി, ആ നഖങ്ങളിൽ നിന്നും ഉണ്ടായ ധീതിഥികൾ. ധീതിഥി എന്ന് പറഞ്ഞാൽ കിരണങ്ങൾ, ശോഭ അല്ലെങ്കിൽ ആ വെളിച്ചം. സംഛന്ന, സംഛന്ന എന്ന് പറഞ്ഞാൽ ആ വെളിച്ചത്താൽ മറയ്ക്കപ്പെട്ടത്, മറയ്ക്കപ്പെട്ടത് എന്നർത്ഥം, അല്ലെങ്കിൽ മറഞ്ഞു പോണത് എന്നർത്ഥം. നമജ്ജന, നമജന എന്ന് പറഞ്ഞാൽ നമിക്കുന്ന ജനങ്ങളുടെ, എന്ന് വെച്ചാൽ നമസ്കാരം ചെയ്യുന്ന ജനങ്ങളുടെ, ദേവിക്ക് ശരണാഗതി ചെയ്യുന്ന ജനങ്ങളുടെ തമോ ഗുണ, തമോ ഗുണങ്ങളോട് കൂടിയവൾ. അങ്ങനെ പറഞ്ഞാൽ മനുഷ്യരുടെ തമോ ഗുണങ്ങൾ എപ്പോ മാറും എന്ന് പറഞ്ഞാൽ ദേവിയുടെ ആ പാദ നമസ്കാരം ചെയ്യുമ്പോൾ ആ നഖത്തിന്റെ വെളിച്ചം കൊണ്ട് തന്നെ തമോ ഗുണം മുഴുവൻ പോണു. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ടയർഡ്നെസ്, ഉറക്കം, സത്സംഗത്തിലിരുന്ന ഉറക്കം വരണു അല്ലേ? എങ്ങനെ ഉറക്കം വരാതിരിക്കുക? 10-15 ഇഡലിയൊക്കെ കഴിച്ചിട്ടാ വന്നിരിക്കണത്. അപ്പൊ ഇങ്ങനെ ഉറക്കം വരാതിരിക്കും അപ്പോ ദേവിയുടെ അനുഗ്രഹം കിട്ടിയാൽ, ദേവിക്ക് ശരണാഗതി ചെയ്താലുണ്ടല്ലോ. ഇപ്പൊ നോക്കൂ, ദേവിക്ക് ശരണാഗതി ചെയ്യാന്ന് പറഞ്ഞാൽ ലളിതാ സഹസ്രനാമത്തിന് തന്നെ നമ്മൾ ഒരു ഓർഡർലി ലൈഫായിട്ട് ചിന്തിച്ചാൽ ഈ ലളിതാ പരമേശ്വരിയുടെ മന്ത്രത്തില് അതിന് എന്തെന്ത് ഭക്ഷണം കഴിക്കണം എന്ന് കൂടെ നമുക്ക് പറഞ്ഞു തരും. കാരണം ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണത്തെ കഴിക്കാം. ഗൂഢാംഗ പ്രീതമാനസ,
അങ്ങനെ പലതരത്തിലുള്ള അന്നത്തെ പറ്റിയും ഒക്കെ പായസാന്നം, എന്തൊക്കെ അന്നം കഴിക്കണം എന്നുള്ളതിൻ്റെ ഒരു അന്നത്തിൻ്റെ ഒരു ഓർഡർലി ലൈഫ് കൂടെ ദേവി പറഞ്ഞു തരും. അതുകൊണ്ട് നമജ്ജന തമോ ഗുണം, ആ അന്നം ശരിയായാൽ തന്നെ നമുക്ക് തമോ ഗുണത്തിൽ നിന്നും ഒരു ഉണർവുണ്ടാവും. എന്ന് വെച്ചാൽ നല്ല സാത്വികമായി നമ്മൾ മാറും അർത്ഥം. ഒന്ന്, ഇത് ദേവിയുടെ പാദത്തിൻ്റെ ഒരു നഖത്തിൻ്റെ വർണ്ണം അല്ലെങ്കിൽ കിരണം കൊണ്ട് ആരൊക്കെയാണോ ദേവിയെ സ്മരിക്കണത്, ആരൊക്കെയാണോ ദേവിയെ നമസ്കാരം ചെയ്യണത്, അവരുടെ ഒക്കെ ഈ തമോ ഗുണത്തെ ദേവി ഇല്ലാതാക്കി നമ്മളെ പ്രകാശവത്തായിട്ട് മാറ്റും എന്ന് ഒരു അർത്ഥം. ഇനി നമ്മൾ നോക്കിയാൽ നഖ എന്ന വാക്കിന് ഖ എന്ന വാക്ക്, ഖം എന്ന് പറഞ്ഞാൽ സുഖം അല്ലെ, സുഖത്തിൽ തന്നെ ഉള്ള ഖം, അതിന് ആകാശം എന്നുകൂടെ അർത്ഥമാണ്. ഖം വായു ജ്യോതിരാപഹ പൃഥ്വി വിശ്വസ്യ ധാരിണി. ഖം എന്ന വാക്കിന് ബൗണ്ടറി ഇല്ലാത്തത് എന്നർത്ഥം, അനന്തമായത്, ആകാശം എന്നർത്ഥം. അനന്തമായിരിക്കുമ്പോൾ മാത്രമാണ് വാസ്തവത്തിൽ നമുക്ക് സുഖമുള്ളത്. നമ്മൾ കരുതും എന്തെങ്കിലുമൊക്കെ കിട്ടിയാക്കോ സുഖം കിട്ടും വിചാരിക്കും. പക്ഷെ ആ സുഖമൊക്കെ ലിമിറ്റഡ് ആണ്, കുറച്ചു നേരത്തേക്ക് കാണുള്ളൂ, കുറച്ചു നേരത്തേക്ക് അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ നോക്കൂ, നമ്മളില്ലാതെ ഇരുന്ന സമയത്ത് ഉണ്ടാവുന്ന സുഖത്തിന് നമുക്ക് ഒരു കാലത്തും കുറവ് വന്നിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ ഈ ശരീരം എന്ന് കരുതിയിരിക്കണതുണ്ടല്ലോ, അതാണ് ദുഃഖം. ഈ ശരീരം കൊണ്ട് ഞാൻ സുഖാനുഭവങ്ങളൊക്കെ അനുഭവിക്കാമെന്ന് വിചാരിക്കുന്നതൊക്കെ ലിമിറ്റഡ് ആണ്. കാരണം സുഖം എന്ന് പറയണത് വന്ന് പോയിക്കൊണ്ടേയിരിക്കും, അത് ഒരു കാലത്തും അത് ലാസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഈ ശരീരത്തിനെ അങ്ങോട്ട് എടുത്ത് മാറ്റി മനസ്സിനെ, ബുദ്ധി, അഹങ്കാരത്തെ ഒക്കെ നമ്മൾ അഴിച്ചു വെച്ചിട്ട് നിത്യം ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മൾ പോണ സമയത്ത് നമുക്ക് ഞാൻ എന്നുള്ളൊരു ഐഡന്റിറ്റി അവിടെ ഇല്ലാതാവുന്നു. അവിടെ എന്ത് മാത്രം നിലനിൽക്കണമെന്ന് നോക്കിയാൽ അവിടെ പരമേശ്വര തത്വമായിട്ടുള്ള സുഖവും ശാന്തിയും മാത്രം നിലനിൽക്കും. അതുകൊണ്ട് നഖം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരർത്ഥത്തിൽ ഖം എന്ന വാക്കിന് സുഖം എന്നൊരർത്ഥം, അത് ഉപനിഷത് പ്രോക്തമായിട്ടുള്ളൊരർത്ഥം. ഇനി ദേവിയുടെ നഖത്തിന്റെ മഹിമ ഇനി അങ്ങോട്ട് പോകുന്ന നാമങ്ങളിലൊക്കെ നമുക്ക് പഠിക്കാം. അതില് കരാങ്കുലി നഗോത്പന്ന നാരായണ ദശാകൃതി. കരം, കരം എന്ന് പറഞ്ഞാൽ കൈ, കൈയിലെ അങ്കുലി എന്ന് പറഞ്ഞാൽ ഈ വിരലിന്റെ നഖം, ഒരു നഖം മാത്രം നാരായണ ദശാകൃതി, നരസിംഹം ഉൾപ്പെടെ ഉള്ള അവതാരങ്ങളുള്ള ആ 10 അവതാരങ്ങളും ഒരു നഖത്തിൽ അടങ്ങിയിരിക്കണമെന്ന് ഒരു മന്ത്രം നമ്മൾ ഇനി പോകുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോ ഈ നാരായണൻ ഉൾപ്പെടെയുള്ള ദശാകൃതികളും അതിൽ ആ നഖത്തിൽ തന്നെ കുടികൊള്ളണമെന്ന് ഒരർത്ഥം അങ്ങനെ എടുക്കാം. ഇനി നമജ്ജനം എന്ന് പറയുമ്പോൾ വിഷ്ണു, ബ്രഹ്മ അവരെയൊക്കെ എടുക്കാം. കാരണം എല്ലാവരും ഈ പ്രകൃതിയെ നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലേ, ഓരോ മണ്ണിനെയും പുറ്റിനെയും ഒക്കെ നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരമേശ്വരിക്കുള്ള നമസ്കാരമാണ് ബ്രഹ്മാവ് തൊട്ട് ഇനി ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമജ്ജന തമോ ഗുണ, അവർക്കെല്ലാം ആ തമോ ഗുണമൊക്കെ മാറി സാത്വിക ഗുണം പ്രധാനമായിട്ടിരിക്കുന്നത് ആ പരമേശ്വരിയാണ്. ആ പരമേശ്വരിയെ നമ്മൾ സ്മരിച്ചുകൊണ്ട് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.